ഭാവന ലീഡ് റോളിൽ അഭിനയിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു തമിഴ് ഹൊറർ ചിത്രമാണ് ദി ഡോർ. പുതിയതായി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം. അതിൻ്റെ പണി പുരോഗമിക്കുന്നതിനിടെ തുടർച്ചയായി നടക്കുന്ന ദുർമരണങ്ങൾ. ഫ്ലാറ്റിൻ്റെ ആർക്കിടെക്റ്റായ മിത്രയ്ക്കുണ്ടാകുന്ന ചില സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ്, അതിൻ്റെ പുറകെ പോകുന്ന നായിക കണ്ടെത്തുന്ന ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ, ഇതൊക്കെയാണ് ദി ഡോർ എന്ന ചിത്രത്തിൻ്റെ പ്രമേയം. നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നായിക മിത്രയുടെ അച്ഛൻ അഡ്വക്കേറ്റ് രത്തിനം മകളെ നിരന്തരം ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മിത്ര ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. തന്റെ ജോലിയുടെ തിരക്ക് കൊണ്ടോ എന്തോ പിണക്കം കൊണ്ടോ അച്ഛൻ്റെ കോൾ മിത്ര അറ്റൻഡ് ചെയ്യുന്നതേയില്ല. അന്ന് രാത്രി അദ്ദേഹം തന്റെ സ്കൂട്ടറിൽ വരവേ ആക്സിഡന്റ് ആകുന്ന രത്തിനത്തിന്റെ ശരീരം ഫ്രീസ് ആകുകയും അതേ സ്ഥലത്ത് അവ്യക്തമായ ഒരു സ്ത്രീരൂപം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. രത്തിനം തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ മരണം മിത്രയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും അവൾ അങ്ങനെ തള്ളി നീക്കുന്നു. കുറച്ചു മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് മിത്ര ജോലി ചെയ്യുന്നത്. ഇതാണ് മിത്രയുടെ ബോസ് വേൽമുരുകൻ. അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം. ആ പ്രോജക്റ്റിനോടനുബന്ധപ്പെട്ട ഒരു ടെമ്പിളിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആകാതെ ഇരിക്കുന്നതാണ്. അതിനെപ്പറ്റി അവിടെയുള്ള മറ്റൊരു ജോലിക്കാരനായ വിനായകനോട് ചോദിക്കുമ്പോൾ മിത്ര കഴിഞ്ഞ 3 മാസമായിട്ട് ലീവായതിനാലാണ് ആ പ്രോജക്റ്റ് പെൻഡിങ് ആയത്. ബിൽഡിംഗ് മോഡൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടെമ്പിളിൻ്റെ മോഡൽ മാത്രമാണ് ഇനിയും പെൻഡിങ് കിടക്കുന്നതെന്നും വിനായക് പറയുന്നു. ശരി, എത്രയും വേഗം മിത്രയെ കോൺടാക്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യിക്കാനൊക്കെ വേൽമുരുകൻ വിനായകനോട് പറയുന്നു. ഉടൻ തന്നെ വിനായക മിത്രയെ വിളിച്ച കാര്യവും പറയും. എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, വേറെ ആരെങ്കിലും വെച്ചത് കംപ്ലീറ്റ് ചെയ്യുക, ഞാൻ ഈ ജോലി തന്നെ റിസൈൻ ചെയ്യാൻ പോവാണെന്നൊക്കെയാണ് മിത്ര പറയുന്നത്. മിത്രയുടെ അവസ്ഥ കണ്ടിട്ട് അമ്മ അവളോട് വല്ലാതെ ദേഷ്യപ്പെടുമെങ്കിലും മിത്ര അത് കാര്യമാക്കുന്നില്ല. ഇത് മിത്രയുടെ അനിയത്തിയാണ്. ശേഷം മിത്രയുടെ ഫ്രണ്ട് ശാലിനി മിത്രയെ കാണാനായി വീട്ടിലേക്ക് വരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണസമയത്ത് കൂടെ ഇല്ലാഞ്ഞത് മിത്രയെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നതായും ഡെയിലി താൻ അച്ഛനെ സ്വപ്നം കാണുന്നു, ഉറങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായെന്നും മിത്ര ശാലിനിയോട് പറയും. അങ്ങനെ നീ എന്ത് സ്വപ്നമാണ് കാണുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒരു കാടിന് നടുവിലൂടെ താൻ നടന്നു പോവുകയാണ്. അപകടം പറ്റി ചോര ഒലിപ്പിച്ച് തന്നെ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുന്ന അച്ഛനെയാണ് ആ കാട്ടിൽ താൻ കാണുന്നതെന്ന് മിത്ര പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയെ മിത്ര ജോലിക്കെത്താത്തത് കാരണം വേൽമുരുകൻ നേരെ മിത്രയുടെ വീട്ടിലെത്തുന്നു. മിത്രയുടെ അമ്മയുടെ കോളേജ് മേറ്റാണ് വേൽമുരുകൻ. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മിത്ര അവിടേക്ക് വരും. എന്താണ് ജോലി റിസൈൻ ചെയ്യുന്നതായി വിനായകനോട് പറഞ്ഞതെന്ന് വേൽമുരുകൻ ചോദിക്കുമ്പോൾ അമ്മയെയും അനുജത്തിയെയും ഒറ്റയ്ക്കാക്കി ചെന്നൈയിൽ വന്നു നിന്ന് ജോലി ചെയ്യാൻ വയ്യാത്തതിനാലാണെന്ന് മിത്ര പറയും. നിന്റെ അമ്മ നല്ല ധൈര്യശാലിയാണ്. അവരുടെ ധൈര്യം കണ്ടിട്ടാണ് നിങ്ങളുടെ അച്ഛൻ അവരെ പ്രപ്പോസ് ചെയ്തതും കല്യാണം കഴിച്ചതും. അതുകൊണ്ട് നീ അതൊന്നും നോക്കണ്ട, നേരെ ചെന്നൈക്ക് വന്ന് ജോലി കണ്ടിന്യൂ ചെയ്യാൻ വേൽമുരുകൻ മിത്രയോട് പറയുന്നു. അങ്ങനെ മിത്ര ചെന്നൈയിലെത്തും. കൺസ്ട്രക്ഷൻ നടക്കുന്ന വർക്ക് സൈറ്റിനോട് അടുത്ത് തന്നെ ഒരു വീട്ടിലാണ് മിത്രയ്ക്ക് താമസം റെഡിയാക്കിയിരിക്കുന്നത്. അതേ വീട്ടിൽ മരിയ എന്നൊരു പെൺകുട്ടി കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. മിത്രയുടെ വരവ് അവൾക്കത്ര പിടിച്ചിട്ടില്ലെന്ന ഫേസും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മിത്ര ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. വിനായക് വന്ന വർക്ക് സൈറ്റ് മാനേജറുമായി 6:30 മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. വീട്ടിലെ ഒരു പ്രശ്നം കാരണം എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല, നീ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ മിത്രയോട് വിനായക് പറയും. അങ്ങനെ തൻ്റെ ഡ്രൈവറിനെയും കൂട്ടി മിത്ര വർക്ക് സൈറ്റിലേക്ക് പോകുന്നു. ശാലിനി ഒരു ചാനലിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതേ സമയം ചാനലിൽ ശാലിനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റായ വിശ്വത്തിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വർക്ക് സൈറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ചാനലിൻ്റെ സ്റ്റുഡിയോ. അതുകൊണ്ട് മിത്ര ശാലിനിയെ വിളിക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് കാണാമെന്ന് ശാലിനിയും പറയും. അങ്ങനെ സന്ധ്യ ആകുമ്പോഴേക്കും മിത്ര സൈറ്റിലേക്ക് എത്തും. എന്നാൽ മിത്രയുടെ ഡ്രൈവറിൻ്റെ വൈഫിനെ ഡെലിവറിക്കായി ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്നും തൊട്ടടുത്താണ് വീട്, ഞാൻ 10 മിനിറ്റിനുള്ളിൽ പോയി വരാമെന്നും പറഞ്ഞ് ഡ്രൈവർ അവിടെ നിന്നും പോകും. ശേഷം മിത്ര കോൺട്രാക്ടറുമായി സംസാരിക്കുന്നതിനിടെ സൈറ്റിൽ ഒരാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്നു. അപകടമുണ്ടായ വിവരം ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് വരുമ്പോൾ മാഡം ഇവിടെ നിൽക്കണ്ട, അതുകൊണ്ട് മാഡം വേഗം ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ മിത്രയോട് കോൺട്രാക്ടർ പറയും. മിത്ര വേഗം ഡ്രൈവറിനെ വിളിക്കുമ്പോൾ വൈഫിന് സീരിയസ് ആയിട്ട് അയാൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ മിത്ര ശാലിനിയെ വീണ്ടും വിളിക്കും. പ്രോഗ്രാം 10 മിനിറ്റിൽ കഴിയും, താൻ വേഗം വരാമെന്ന് ശാലിനിയും അവളോട് പറയും. മിത്ര അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ ചെന്ന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ വെയിറ്റിംഗ് ഷെഡിലിരിക്കുക അവളുടെ തൊട്ടടുത്തായി ഒരു സ്ത്രീരൂപം ഇരുന്ന് കരയുന്നതായി അവൾക്ക് തോന്നുന്നു. മിത്ര എഴുന്നേറ്റ് ആ സ്ത്രീയുടെ അടുത്തേക്ക് വളരെ പേടിയോടെയാണെങ്കിലും ചെല്ലുന്നെങ്കിലും അവിടുത്തെ പോലീസ് ഇൻചാർജായ റിയാസ് എന്നൊരു ഉദ്യോഗസ്ഥൻ വന്ന്
രാത്രി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് മിത്രയോട് ചോദിക്കുന്നു. അവിടെ കണ്ട സ്ത്രീരൂപം മിത്ര പിന്നെ നോക്കുമ്പോൾ കാണുന്നുമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നോക്കി നിൽക്കുകയാണെന്ന് മിത്ര പറയുമ്പോഴേക്കും ശാലിനിയും അവിടേക്കെത്തും. രാത്രി ലേഡീസ് ഇങ്ങനെ നടക്കരുത്, അവനവൻ്റെ സുരക്ഷ അവനവൻ്റെ കയ്യിൽ തന്നെയാണ്, ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്നും സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് അവിടുന്ന് പോകുന്നു. ശേഷം വിശ്വവും ശാലിനിയും മിത്രയെ അവളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടിട്ട് തിരികെ പോകും. അന്ന് താമസിച്ചു വന്നതുകൊണ്ട് തന്നെ മരിയ അവളോട് ദേഷ്യപ്പെടുന്നു. പിറ്റേ ദിവസം വളരെ അവിചാരിതമായി ശാലിനി റിയാസിനെ കാണുന്നു. തലേന്ന് രാത്രി കണ്ട പരിചയത്തിൽ ശാലിനി റിയാസിനോട് ചെന്ന് സംസാരിച്ച് നമ്പരൊക്കെ വാങ്ങുന്നു. ഇതിനിടയിൽ മിത്ര മരിയയുമായി കൂട്ടുകൂടാൻ നോക്കുമെങ്കിലും മരിയ വളരെ റൂഡായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. മിത്ര അനുജത്തിയുമായി സംസാരിക്കുന്നതിനിടയിൽ അച്ഛൻ അവിടെയും ഇവിടെയും ഒക്കെ നിൽക്കുന്നതായി അമ്മയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, അമ്മ വല്ലാതെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നതോടെ മിത്ര വീണ്ടും ടെൻഷനാകുന്നു. തലേ രാത്രി മിത്ര താമസിച്ചു വന്നതിന്റെ പേരിൽ വീടിനൊരു സ്പെയർ കീ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് മരിയ പിറ്റേന്ന് വീട്ടിലേക്ക് വരുന്നത്. അത് മിത്രയ്ക്ക് കൊടുത്തിട്ട് ഇനിമേലിൽ അസമയത്ത് വന്ന് തന്നെ ശല്യം ചെയ്യരുതെന്ന് താക്കീതും ചെയ്യുന്നു. അന്ന് രാത്രി അവിടുത്തെ ലൈറ്റ്സ് മുഴുവൻ വല്ലാത്ത ശബ്ദത്തോടെ ഓഫ് ആകാനും ഓൺ ആകാനും ഒക്കെ തുടങ്ങുന്നു. ആകെ പേടിച്ചു പോകുന്ന മിത്രയ്ക്ക് അന്ന് രാത്രി വെയിറ്റിംഗ് ഷെഡിൽ കേട്ടതുപോലെ മുകളിലത്തെ റൂമിൽ ആരോ കരയുന്നതായി തോന്നുന്നു. അവളും അവിടേക്ക് ചെന്ന് നോക്കുമെങ്കിലും ആരെയും കാണുന്നില്ല. എങ്കിലും അവിടെ ആരോ ഉള്ളതായി മിത്രയ്ക്ക് ഒരു ഫീല് വരുന്നു. പിറ്റേന്നും ശാലിനി റോഡിൽ വെച്ച് റിയാസിനെ കാണും. പക്ഷേ റിയാസ് അപ്പോൾ സസ്പെൻഷനിലായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മരിയ ഉറക്കത്തിൽ എണീറ്റ് പോയി തല കൊണ്ട് ഭിത്തിയിലിടിക്കാനൊക്കെ തുടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനായി മിത്ര ഇറങ്ങുമ്പോഴും മരിയയുടെ കീ ടേബിളിൽ തന്നെ കിടക്കുന്നത് കണ്ട് അവൾ പോയിട്ടില്ലെന്ന് മിത്രയ്ക്ക് മനസ്സിലാകും. മിത്ര നേരെ റൂമിൽ വന്ന് നോക്കുമ്പോൾ നെറ്റിയൊക്കെ മുറിഞ്ഞ് തീരെ വയ്യാതെ കിടക്കുന്ന മരിയയാണ് കാണുന്നത്. മിത്ര വേഗം ഒരു ഡോക്ടറിനെ വിളിച്ച് മരിയയെ നോക്കിക്കുന്നു. മരിയ ആകെ ടയേർഡാണ്. അവൾക്ക് രാത്രി എണീറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അവളെ നന്നായി ശ്രദ്ധിക്കണമെന്നൊക്കെ ഡോക്ടർ പറയും. ശേഷം മരിയയെ വളരെ നന്നായി തന്നെ മിത്ര പരിപാലിക്കുന്നു. അതിനുശേഷം മരിയ തൻ്റെ മൊരട്ട സ്വഭാവമൊക്കെ മാറ്റി മിത്രയോടും വെണ്ണിലയോടുമൊക്കെ വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓരോ ദിവസം അങ്ങനെ കഴിയും തോറും ഭയപ്പെടുത്തുന്ന ഓരോ രൂപങ്ങൾ കാണാൻ തുടങ്ങുകയും ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുമൊക്കെ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം മരിയയും മിത്രയും തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ മിത്രയുടെ അച്ഛൻ കുറേ തവണ വിളിച്ചിട്ടും മിത്ര കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് മിത്ര മരിയയോട് പറയുന്നുണ്ട്. അച്ഛൻ മിത്രയോട് മാരേജിനെ കുറിച്ച് സ്ഥിരം സംസാരിക്കുമായിരുന്നു. എന്നാൽ മിത്രയ്ക്ക് അത് തീരെ താല്പര്യവുമില്ല. അതിന്റെ പേരിൽ അച്ഛനോട് പിണങ്ങിയിരുന്നതായിരുന്നു മിത്ര. മരിക്കുന്ന അന്നും തൻ്റെ അച്ഛൻ തന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. തൻ്റെ വാശി കാരണമാണ് താൻ കോൾ എടുക്കാതിരുന്നത്. തൻ്റെ തെറ്റുകൊണ്ട് അച്ഛനോട് അവസാനമായി ഒന്ന് സംസാരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മിത്ര വല്ലാതെ ഇമോഷണലാകും. അങ്ങനെ അന്ന് രാത്രി മിത്ര ഉറങ്ങാൻ കിടക്കുമ്പോഴും യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും വന്ന് അവളെ ഭയപ്പെടുത്തുന്നതായി മിത്രയ്ക്ക് ഫീൽ ചെയ്യും. പിറ്റേന്ന് രാവിലെ ശാലിനി വന്ന് നോക്കുമ്പോഴും മിത്ര എണീറ്റിരുന്നില്ല. താൻ രാത്രി കണ്ടതൊക്കെ മിത്ര ശാലിനിയോടും മരിയയോടും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ടായ എനിക്കൊരാളെ അറിയാം, വിശ്വം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാൻ ശാലിനി പറയുന്നു. മിത്രയ്ക്ക് ദൈവത്തിലും പ്രേതത്തിലുമൊന്നും യാതൊരു താല്പര്യവും വിശ്വാസവും ഇല്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വത്തിനെ കാണാൻ അവൾ ആദ്യം തയ്യാറാകില്ല. എങ്കിലും ശാലിനിയുടെ നിർബന്ധത്താൽ വിശ്വത്തെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിശ്വം ആ വീട്ടിലേക്ക് വരുന്നു. മിത്രയുടെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ അയാൾക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നുണ്ട്. ശേഷം മരിയയോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ മിത്രയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് പിന്നിലായി ഒരു സ്ത്രീരൂപം വിശ്വം കാണുന്നു. എങ്കിലും അവിടെ പ്രശ്നമൊന്നുമില്ലെന്നാണ് വിശ്വം പറയുന്നത്. ശേഷം ബസ് സ്റ്റോപ്പിൽ നടന്ന കാര്യങ്ങളും മിത്ര വിശ്വത്തോട് പറയുന്നു. അതോടെ കേൾക്കുമ്പോൾ ഇതൊക്കെ റിയൽ ആണെന്നും അങ്ങനെ ഒരു എനർജി ഒരാൾക്ക് മാത്രമായി ഫീൽ ചെയ്യുന്നെങ്കിൽ ആ എനർജിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാണും എന്നൊക്കെ വിശ്വം പറയും. എന്നാൽ ആ എനർജിയോട് നേരിട്ട് ഇടപെട്ടാൽ മാത്രമേ കാര്യം നടക്കൂവെന്നും അതിന് നമുക്ക് ആദ്യമായി ഇങ്ങനെയൊക്കെ ഉണ്ടായ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെന്നും വിശ്വം പറയും. അവരങ്ങനെ നേരെ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തും. ഇത് പുതിയ ബസ് സ്റ്റോപ്പ് അല്ലേ, ഇവിടെയല്ല, ഒരു പഴയ ബസ് സ്റ്റോപ്പിലാണെന്ന് മിത്ര പറയുന്നു. ശാലിനിയും വിശ്വവും ഇവിടുന്ന് തന്നെയാണ് മിത്രയെ പിക്ക് ചെയ്തതെന്ന് തറപ്പിച്ച് പറയുന്നു. ശരിക്കും അന്ന് അവളൊരു സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞത് ഒരു പഴയ വെയിറ്റിംഗ് ഷെഡായിരുന്നു. എന്നാൽ ശാലിനി ശരിക്കും പിക്ക് ചെയ്തതോ പുതിയ വെയിറ്റിംഗ് ഷെഡിൽ നിന്നും. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വിശ്വത്തിന് കാര്യം ഏകദേശം പിടികിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ലേഡിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വെയിറ്റിംഗ് ഷെഡിൽ വെച്ചായിരിക്കുമെന്ന് മിത്ര പറയും. ശാലിനി 1986 ശേഷം അതേ സ്ഥലത്ത് നടന്ന എല്ലാ ആക്സിഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. എന്നാൽ അതിൽ മരിച്ചവരുടെ ലിസ്റ്റിൽ ലേഡീസ് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവർ നേരെ റിയാസിനെ ചെന്ന് കാണുന്നു. മിത്ര അതുവരെയുള്ള കാര്യങ്ങൾ റിയാസിനോട് വിശദമായി തന്നെ പറയുകയും ചെയ്യും.
പറയും. എല്ലാം കേട്ടുകഴിഞ്ഞ റിയാസ് തൻ്റെതായ വഴികളിലൂടെ ചില അന്വേഷണമൊക്കെ നടത്തുന്നു. എന്നാൽ ഒരു ലേഡീസും അതേ സ്ഥലത്ത് ആക്സിഡന്റിലോ മറ്റോ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇതേ സമയം ഫ്ളാറ്റ് കെട്ടിടത്തിനടുത്ത് ഒരു ടെമ്പിൾ പണിയുന്നതിന്റെ പ്ലാൻ മുടങ്ങിക്കിടന്നിരുന്നില്ലേ? വിനായക് അതേപ്പറ്റി മിത്രയോട് വീണ്ടും വന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആ സൈറ്റിനെ കുറിച്ച് മിത്രയ്ക്ക് ഓർമ്മ വരുന്നത്. അവൾ വിനായകനോട് ആ പ്രോപ്പർട്ടി സർവേ ചെയ്തത് മുതലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. അയാളും ഡീറ്റെയിൽസ് ഫുള്ള് പറയും. ശേഷം ആ കോൺട്രാക്ടറോടും ഇതേ കാര്യം ചോദിക്കുമെങ്കിലും വിനായക് പറഞ്ഞതിനപ്പുറമൊന്നും അയാൾക്കും അറിയുമായിരുന്നില്ല. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വേൽമുരുകൻ സാറിനോട് തന്നെ ചോദിക്കണമെന്ന് വിനായകൻ പറയും. വേൽമുരുകൻ എന്നാൽ ആ സമയത്ത് ഏതോ ബിസിനസ് സ്റ്റോറിലായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ വിശ്വത്തോട് സംസാരിച്ചിരിക്കെ എല്ലാ വിശ്വാസവും തനിക്ക് നഷ്ടമായെന്ന് മിത്ര പറയുന്നതും വിശ്വമിരുന്ന അതേ സ്ഥാനത്ത് മിത്രയുടെ അച്ഛൻ ഇരിക്കുന്നതും തൊട്ടുപുറകെ ആ സ്ത്രീ നിൽക്കുന്നതായും മിത്രയ്ക്ക് തോന്നുന്നു. ആകെ പേടിച്ചു പോകുന്ന മിത്രയോട് ആ സ്ത്രീയും രത്നവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണും, ചിലപ്പോൾ ആ സ്ത്രീയെ രത്നം സഹായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ടുണ്ടാകാമെന്ന് വിശ്വം പറയും. അങ്ങനെ മിത്ര നേരെ വീട്ടിലേക്ക് ചെല്ലും. രത്നം അവസാനമായി കൊണ്ടു നടന്നിരുന്ന ഒരു ബാഗ് പരിശോധിക്കുമ്പോൾ ശാലിനി കൊടുത്ത ആക്സിഡന്റ് ലിസ്റ്റിൽ നിന്ന് മരിച്ചുപോയ 2 പേരുടെ ഫോട്ടോ മിത്രയ്ക്ക് കിട്ടുന്നു. അതിൽ റോയൽ സ്റ്റുഡിയോസ് എന്ന ഒരു പേരും ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയുടെ പേര് ശാലിനിയോട് പറയുന്നത് കൊണ്ട് തന്നെ ശാലിനിയും റിയാസും കൂടി റോയൽ സ്റ്റുഡിയോയിൽ ചെന്ന് ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കും. ആ 2 പേരുടെ ഫോട്ടോയോടൊപ്പം ഒരു പഴയ വീടിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അത് തന്റെ അച്ഛനെടുത്ത ഫോട്ടോ ആയിരിക്കുമെന്ന് സ്റ്റുഡിയോക്കാരൻ പറയുന്നു. ഇവര് 2 പേരും ചേട്ടനും അനിയനുമാണ്. എന്നാൽ അവര് 2 പേരും മാത്രമല്ല അന്ന് മരിച്ചത്. ഈ ആക്സിഡന്റ് നടന്നപ്പോൾ ഇവരുടെ മൂത്ത സഹോദരൻ കൂടിയാണ് അന്ന് മരണപ്പെട്ടതെന്ന് അയാൾ പറയും. റെക്കോർഡ്സ് പ്രകാരം 2 മരണം മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അയാൾ 3 പേരുടെയും ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അതോടെ മിത്ര നേരെ വന്ന് വേൽമുരുകനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ തിരക്കുന്നു. നിലവിലുള്ള ഓണർ US-ൽ സെറ്റിൽഡ് ആണ്. മരിച്ച സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളുടെ മകനാണ് നിലവിലെ ഓണർ. എന്നാൽ അതവര് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അപകടം നടന്ന ടൈമിൽ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്ന പോലീസുകാരാണെന്നറിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് റിയാസ് പറയും. കുമരൻ എന്നൊരു പോലീസ് ഓഫീസറായിരുന്നു അന്നത്തെ ഓഫീസർ. അങ്ങനെ അവർ നേരെ കുമരനെ വന്ന് കാണുന്നു. കുമരനാണെങ്കിൽ തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. 3 പേരുടെ മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശ്വം തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നാട്ടിലെ പ്രമുഖരായിരുന്നു ഈ 3 പേരും. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഇവരുടെ സ്വാധീനം വലുതായിരുന്നു. അന്നൊരിക്കലുണ്ടായ ലോറി ആക്സിഡന്റിലാണ് മരണം നടന്നത്. ലോറി ഉടമയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുമില്ല. നിലവിലെ ഫ്ളാറ്റ് പണിയുന്ന സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു വീടിന്റെ ഫോട്ടോയാണ് അവർക്ക് ലിസ്റ്റിൽ നിന്നും കിട്ടിയത്. ആ ഫോട്ടോ കാണിക്കുമ്പോൾ അത് ഒരു സ്ത്രീയുടെ വീടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നാണ് മരിച്ചുപോയ സഹോദരങ്ങൾ ഈ വീട് വാങ്ങിയത്. ആ സ്ത്രീ ഒരു വിധവയായിരുന്നു. ഏകദേശം 14 വയസ്സുള്ള ഒരു മകളും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവര് മകളെയും കൊന്ന് ആത്മഹത്യ ചെയ്തതാണ്. അതിന് കാരണം ആ സ്ത്രീക്ക് ഒരു കള്ളക്കാമുകനുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടി വിറ്റ കാശുമായി എവിടെയെങ്കിലും പോയി സെറ്റിലാകാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ കാശുമായി കാമുകൻ മുങ്ങിയതോടെ മറ്റു മാർഗങ്ങളില്ലാതെ മകളെയും കൊന്ന് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തുവെന്ന് കുമരൻ പറയുന്നു. കാമുകന്റെ പേര് റാം എന്നാണെന്നും കുമരൻ അവരോട് പറയുന്നുണ്ട്. പക്ഷേ രത്നത്തിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ കണ്ടതായി ഓർമ്മയില്ലെന്നും കുമരൻ പറയും. ഇത്രയും കേട്ടിട്ടും ഇതൊക്കെ രത്നവുമായി എങ്ങനെയാണ് കണക്ട് ആകുന്നതെന്ന് മാത്രം മിത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിൽ കൂടുതലും എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ നമുക്ക് റാമിനെ കണ്ടുപിടിക്കണമെന്ന് മിത്ര പറയും. ഇതൊക്കെ അറിഞ്ഞു പോയ അന്ന് രാത്രി ആ സ്ത്രീയുടെ ആത്മാവ് കുമരനെയും കൊന്നുകളയുന്നു. ആക്സിഡന്റിന്റെ കേസ് ഫയൽസ് പരിശോധിക്കുമ്പോൾ അന്ന് ഡെത്ത് റിപ്പോർട്ടിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ സെൽവ എന്നൊരാളാണെന്ന് മനസ്സിലാകും. അങ്ങനെ അവർ നേരെ ഡോക്ടർ സെൽവയെ വന്ന് കാണുന്നു. എന്നാൽ അയാളാകട്ടെ കുടിച്ച് ആകെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നും ഒരു വിവരവും ലഭിക്കുന്നില്ല. അന്ന് രാത്രി ഡോക്ടർ സെൽവവും മരണപ്പെടും. പ്രോപ്പർട്ടി ഡോക്യുമെന്റേഷൻ നടന്ന ടൈമിലെ പേപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ അതിൽ വിറ്റ്നസ്സായി സൈൻ ചെയ്തിരിക്കുന്നത് 2 പേരാണ്. അതിൽ ഒന്ന് കുമരൻ പറഞ്ഞ റാം, മറ്റൊന്ന് രത്നം. അതോടെ ഈ കേസുമായി രത്നത്തിന്റെ കണക്ഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. ഒരു ലോയർ ഇങ്ങനെയുള്ള പേപ്പറിൽ സൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതെന്തോ കുഴപ്പം പിടിച്ച കേസായിരുന്നുവെന്ന് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകും. റിയാസ് തന്റെ വഴിയാലെ ഡോക്യുമെന്റ്സിൽ നിന്ന് ലഭിച്ച അഡ്രസ്സ് വെച്ച് അന്വേഷിക്കുന്നതുവഴി ആ അഡ്രസ്സിൽ ഇപ്പോൾ ആരും തന്നെ താമസമില്ല. എന്നാൽ അതേ കാലയളവിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റാം എന്നൊരാളെ ഒരു പെട്ടി നിറയെ കാശുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഹവാല കേസിൽ ആൾ കുറച്ചുനാൾ ജയിലിൽ കിടന്നെങ്കിലും ആളുമാറി അറസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് കോടതി റാമിനെ വെറുതെ വിട്ടെന്നും ഒരു പോലീസുകാരൻ റിയാസിനോട് പറയുന്നു.
തൃച്ചി ജയിലിലായിരുന്നു റാം കിടന്നത്. അന്ന് റാമിൻ്റെ കൂടെ കോടയി രവി എന്നൊരാളും ഉണ്ടായിരുന്നു. രണ്ടാളും ഒരുമിച്ചാണ് റിലീസായതും. പഴയ റെക്കോർഡ്സിൽ നിന്ന് ഫോട്ടോ വല്ലതുമുണ്ടെങ്കിൽ താൻ നോക്കിയിട്ട് അയക്കാമെന്നും ആ പോലീസുകാരൻ റിയാസിനോട് പറയും. അങ്ങനെ കോടയി രവിയെ കണ്ടുപിടിക്കാനായി വിശ്വവും മിത്രയും ശാലിനിയും കൊടൈക്കനാലിലേക്ക് പോകുന്നു. 2 ദിവസത്തിനകം താനും ജോയിൻ ചെയ്യാമെന്നാണ് റിയാസ് അവരോട് പറയുന്നത്. അങ്ങനെ കോടയി രവിയുടെ ഒരു പഴയ കൂട്ടുകാരനോട് വിശ്വം സംസാരിക്കും. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ജോർജ് എന്നൊരാൾ രവിക്ക് അവിടെ ഒരു ഷോപ്പ് ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അയാൾ പോയിരുന്നില്ല. നന്നായി ജീവിക്കുകയായിരുന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ചാടി രവി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശേഷമുള്ള രവിയുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജോർജ് സാറാണ്. അതുകൊണ്ട് തന്നെ ജോർജ് സാറിനോട് സംസാരിച്ചാൽ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും അയാൾ പറയുന്നു. ശേഷം രവിയുടെ വീടും അയാൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ നേരെ രവിയുടെ വീട്ടിലെത്തി അന്വേഷിക്കുമ്പോൾ രവി മരിച്ചുപോയെന്നും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത് ജോർജ് സാറാണെന്നും രവിയുടെ അച്ഛൻ പറയും. ജോർജ് അന്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. അങ്ങനെ ജോർജിനെ കാണാൻ വേണ്ടി അവർ താമസിച്ചിരുന്ന ഹോട്ടലിലെ ജീവനക്കാരനോടും മിത്ര ജോർജിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതേ സമയം ജോർജ് ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചതേ പുറത്തേക്ക് പോയതായി വെയിറ്റർ മിത്രയോട് പറയുന്നു. ജോർജ് സാറിനെ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ പുറകെ പോയി കാണണം. നാളെ അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണെന്നും പറയുന്നത് കൊണ്ട് തന്നെ മിത്ര ഒരു ടാക്സി വിളിച്ച് ജോർജിന്റെ വണ്ടിയുടെ പുറകെ പോകുന്നു. ഇതേ സമയം റിയാസും കൊടൈക്കനാലിൽ എത്തിയിരുന്നു. ശാലിനിയോട് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മിത്ര തന്നെയാണ് എന്ന തരത്തിലാണ് റിയാസ് സംസാരിക്കുന്നത്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് വിശ്വം അങ്ങോട്ട് വരുന്നത്. ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന മരണങ്ങളുടെയെല്ലാം അന്വേഷണ ചുമതല റിയാസിനായിരുന്നു. എന്നാൽ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന മരണവുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും കണ്ടെത്താനാകാത്തത് കൊണ്ടാണ് റിയാസിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ശേഷമാണ് ശാലിനി വഴി ഈ ഒരു കേസിൽ റിയാസ് ഇൻവോൾവ് ആകുന്നത്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ശാലിനിയോടൊപ്പം നിന്ന് റിയാസ് മനസ്സിലാക്കുമ്പോൾ ഇതിനെല്ലാം കണക്റ്റഡായി കിടക്കുന്നത് മിത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിയാസ് മിത്രയെ സംശയിക്കുന്നത്. മിത്രയെ റിയാസ് സംശയിക്കുന്നു എന്ന് മനസ്സിലാകുന്നതോടെ വിശ്വം തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ റിയാസിനോട് പറയുന്നുണ്ട്. ആദ്യമായി മിത്രയെ കണ്ട ദിവസം അവിടെ കണ്ട ഒരു സ്ത്രീയുടെ രൂപത്തെക്കുറിച്ചും അവിടെ നിന്ന് കൊലപാതകങ്ങൾക്കെല്ലാം കാരണം ആ സ്ത്രീയുടെ ആത്മാവാണെന്നും വിശ്വം റിയാസിനോട് പറയുന്നു. അപ്പോഴാണ് മിത്ര എവിടെയെന്ന് അവരും ഓർക്കുന്നത്. ഇതേസമയം മിത്രയോട് ജോർജ് റാമിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. രവി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ തനിക്കും അറിയാമെന്ന് പറഞ്ഞ് അയാൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ വീടിന്റെ അതേ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കൂലിവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു റാം. ഒരിക്കൽ മരിച്ചുപോയ 3 സഹോദരങ്ങളും ആ സ്ത്രീയുടെ വീട്ടിൽ വന്ന് ആ ഭൂമി തങ്ങൾക്ക് നൽകണമെന്ന് നിർബന്ധം പിടിക്കുന്നതും ആ സ്ത്രീ അതിന് വിസമ്മതിക്കുന്നതുമൊക്കെ റാം അവിചാരിതമായി കാണാനിടയാകുന്നു. അവർക്കാണെങ്കിൽ ആകെയുള്ളത് ഒരു മകൾ മാത്രമാണ്. ഒരു ദിവസം ആ പഴയ വെയിറ്റിംഗ് ഷെഡിൽ റാം ഇരിക്കെ അതുവഴി പോവുകയായിരുന്ന ആ സ്ത്രീയുടെ മകളായ ശ്വേത കാല് തട്ടി വീഴുകയും അങ്ങോട്ട് വരുന്ന റാം അവളുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നു. ശേഷം അന്ന് ശ്വേതയുടെ കയ്യിൽ നിന്നും വീണുപോയ ഇൻസ്ട്രുമെന്റ് ബോക്സ് അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അതിൽ നിറയെ കാശുമുണ്ടായിരുന്നു. അതൊന്നും മോഷ്ടിക്കാതെ തിരികെ കൊടുത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ശ്വേതയ്ക്കും റാമിനോട് നല്ല വിശ്വാസവും സ്നേഹവും തോന്നുന്നു. അങ്ങനെ അവരുമായി ഒരു സൗഹൃദം സ്ഥാപിച്ച് ഇടയ്ക്കിടെ റാം അവരുടെ വീട്ടിൽ വന്നു പോകാനും തുടങ്ങുന്നു. വീടിനോട് ചേർന്ന് അവർക്ക് കുലദൈവം കുടികൊള്ളുന്ന ഒരു ചെറിയ അമ്പലമുണ്ടായിരുന്നു. വളരെ ശക്തിയേറിയ ദൈവമാണ് അതൊന്നും. ഏതൊരു കെട്ടശക്തിക്കും ആ കോമ്പൗണ്ടിൽ കടക്കാൻ കഴിയില്ലെന്നും എങ്ങനെയെങ്കിലും അതിൽ കടന്നാൽ തിരികെ പോകാൻ കഴിയില്ലെന്നുമൊക്കെ സ്ത്രീ റാമിനോട് പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന റാമിന് വെറുമൊരു പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ശേഷം അവർ തമ്മിൽ ഇഷ്ടത്തിലാവും. ഒരു ദിവസം ആ സഹോദരങ്ങൾ 3 പേരും വന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലം തരാനായിട്ട് കട്ടായം പറയുന്നു. ഇതേ സമയം റാമും അങ്ങോട്ട് വരും. എന്നാൽ ആ സ്ത്രീ അവര് എത്ര പറഞ്ഞിട്ടും വീടും സ്ഥലവും അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ സമയം തന്നെ റാം അങ്ങോട്ട് വരുന്നത് ഈ 3 സഹോദരങ്ങൾക്കും തീരെ പിടിക്കുന്നില്ല. അങ്ങനെ സഹോദരന്മാർ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. ശേഷം ഇവിടെ ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലാത്തതിനാലാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് റാം അവരോട് പറയുന്നു. പ്രായമാകാറായ ഒരു പെൺകുട്ടി തനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യം പിന്തിരിയാൻ നോക്കുമെങ്കിലും റാം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. ശേഷം അവർ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഈ 3 സഹോദരങ്ങളും അവിടേക്ക് വരും. റാമും ലേഡിയും തമ്മിൽ മോശപ്പെട്ട ബന്ധമുണ്ടെന്ന് നാട്ടുകാരോട് പറയുമെന്നൊക്കെ പറഞ്ഞ് വീടും സ്ഥലവും സ്വന്തമാക്കാൻ ശ്രമിക്കും. എന്നാൽ അന്നേരവും അവര് വഴങ്ങുന്നില്ല. റാമിനെ ഭീഷണിപ്പെടുത്തുന്നതോടെ അയാളുടെ വിധം മാറും. എനിക്കിതിൽ പങ്കില്ല, ഇവർ വിളിക്കുമ്പോൾ ഞാൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാം ആ സ്ത്രീയെ കൈയൊഴിയുന്നു. അത് ശരിക്കും അവർക്കൊരു ഷോക്കാകും. ഭർത്താവ് മരിച്ച ശേഷം ആരെയും വിശ്വസിക്കാതിരുന്ന അവര്
ആകെ വിശ്വസിച്ചത് റാമിനെ മാത്രമായിരുന്നു. എന്നാൽ അവനും ചതിക്കുകയായിരുന്നു എന്നറിയുന്നതോടെ അവരാകെ ധർമ്മസങ്കടത്തിലാകുന്നു. റാം ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നില്ല. എന്നിട്ടും അവർ ആ സ്ഥലം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതോടെ മകളെ പിടിച്ചുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുന്നു. മകളെ ഉപദ്രവിക്കുമെന്നും റാമിന് മകളുമായിട്ടാണ് ബന്ധമെന്ന് നാട്ടുകാരോട് പറയുമെന്നൊക്കെ പറയുന്നതോടെ ആ സ്ത്രീ അവർക്ക് സ്ഥലം കൊടുക്കാനായി തയ്യാറാകും. അങ്ങനെ അവർ ഒപ്പിടാൻ തയ്യാറാകുന്നതും റാം അതുവരെ മൂക്കും വായും പൊത്തിപ്പിടിച്ചിരുന്നതിനാൽ ശ്വേത മരിച്ചു വീഴുന്നു. അത് കാണുന്നതോടെ ഒപ്പിടാതെ ആ സ്ത്രീ ഓടി വന്ന് ആ മൂത്ത ചേട്ടന്റെ കോളറിനെ പിടിച്ച് ദേഷ്യപ്പെടും. ഇത് കാണുന്ന റാം അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് ആ സ്ത്രീയുടെ തലയിലടിക്കുന്നതും അവരും മരിച്ചു വീഴും. ഒപ്പിടാതെ മരിച്ചതുകൊണ്ട് മുദ്രപത്രത്തിൽ അവരുടെ തമ്പിംപ്രശ്നം എടുക്കുന്നു. കേസ് ഒതുക്കി തീർക്കാൻ കുമരനെ വിളിക്കുമ്പോഴേക്കും മരിച്ചുവെന്ന് കരുതുന്ന ആ സ്ത്രീ കണ്ണു തുറക്കും. മരിച്ചിട്ടില്ലെന്ന് കാണുന്നതും റാം തന്നെ അവരുടെ കഴുത്ത് ഞെരിച്ച് അവരെ കൊല്ലുന്നു. ശേഷം ബോഡി എന്തു ചെയ്യുമെന്ന് എല്ലാവരും ചേർന്ന് ആലോചിക്കും. കുമരൻ ഇതേ സമയം ഒരു ഐഡിയ പറയുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്ന ഡോക്ടർ സെൽവം എന്നൊരാളുണ്ട്. ആരും കാണാതെ 2 ബോഡികളും അയാളുടെ അടുത്തെത്തിച്ച ഹോസ്പിറ്റലിൽ നിന്ന് അനാഥ ശവങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതും ഡോക്ടർ സംസ്കരിക്കാൻ കൊടുത്തോളും. ശേഷം നാട്ടുകാർ വിശ്വസിക്കാൻ പാകത്തിന് ഒരു കള്ളക്കഥയും പറഞ്ഞുണ്ടാക്കിയാൽ മതിയെന്ന് കുമരൻ എല്ലാവരോടും പറയും. അങ്ങനെ എല്ലാവരും അങ്ങനെ തീരുമാനിക്കും. ശേഷം 2 ശരീരവും കുമരൻ ഒരു വാനിൽ കയറ്റി ഡോക്ടർ സെൽവത്തിനെ ഏൽപ്പിക്കുന്നു. ഡോക്ടറും ശവങ്ങൾ അനാഥ ശവങ്ങളുടെ കൂടെ കൊടുക്കാൻ ലിസ്റ്റ് ചെയ്യുന്നു. ഇത്രയും കേട്ട മിത്ര രത്തിനത്തിന്റെ ഫോട്ടോ ജോർജിനെ കാണിച്ചിട്ട് ഇദ്ദേഹവും ഈ കേസുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിക്കും. ശരിക്കും സമ്മതമില്ലാതെ നടന്ന ഡോക്യുമെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വക്കീലിനെ കൊണ്ട് സാക്ഷ്യപത്രം സൈൻ ചെയ്യിക്കാൻ സഹോദരങ്ങൾ രത്തിനത്തെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഇതിന്റെ കള്ളത്തരങ്ങളൊന്നും അറിയാതെ രത്തിനം പേപ്പറിൽ ഒപ്പുവെക്കുന്നു. അടുത്ത ദിവസം തന്നെ വീട് ക്ലീൻ ചെയ്ത് അവർ കൊടുത്ത കാശും വാങ്ങി റാം അവിടെ നിന്നും പോകാൻ തുടങ്ങും. ശേഷം എല്ലാവരും അവിടെ നിന്നും പോകാൻ ഇറങ്ങുമ്പോഴേക്കും ഒരു സഹോദരൻ ബോധമില്ലാത്ത പോലെ ആരും വിളിച്ചിട്ട് നിൽക്കാതെ നേരെ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങും. രണ്ടാമത്തെ സഹോദരനും അയാളെ പിടിക്കാൻ വരുമ്പോഴേക്കും ഒരു ലോറി വന്നിടിച്ച് 2 പേരും തൽക്ഷണം മരിക്കുന്നു. പെട്ടെന്ന് അവിടെ ആ മരിച്ചുപോയ സ്ത്രീയുടെ ആത്മാവ് വരികയും മൂത്ത സഹോദരനെയും കൊല്ലുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചങ്ങനെ നിൽക്കുകയാണ് റാം. ആ പ്രേതം നേരെ റാമിനെ കൊല്ലാനായി വരുമെങ്കിലും റാം റോഡിലാണല്ലോ നിൽക്കുന്നത്. അമ്പലത്തിലെ ദേവിയുടെ ശക്തി കാരണം ആത്മാവിന് കോമ്പൗണ്ട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ തക്കത്തിന് റാം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും കഥകൾ പറഞ്ഞിട്ട് ഇതെല്ലാം എന്തിനാണ് മിത്ര തിരക്കുന്നതെന്ന് ജോർജ് ചോദിക്കുമ്പോഴേക്കും അവൾക്കൊരു കോൾ വരും. പഴയ റെക്കോർഡ്സിൽ നിന്നും കിട്ടിയ റാമിന്റെ ഫോട്ടോ റിയാസ് മിത്രയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്യാൻ പറയും. ആ ഫോട്ടോ കാണുന്ന മിത്ര ശരിക്കും ഞെട്ടിപ്പോകും. കാരണം ഇത്രയും നേരം ജോർജ് എന്ന പേരിൽ തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത് സാക്ഷാൽ റാം തന്നെയായിരുന്നു. നിങ്ങളാണല്ലേ റാം എന്ന് അവൾ ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് അയാളും തിരിച്ചു ചോദിക്കും. ഇതേ സമയം രത്തിനം എൻ്റെ അച്ഛനാണെന്ന് മിത്ര പറയും. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. ഈ കേസിൽ ആകെ രക്ഷപ്പെട്ടത് നീയും ഞാനും മാത്രമാണ്. ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റേഷൻ നടന്നതിന്റെ ആദ്യത്തെ പൈസ വാങ്ങിയത് നീയാണെന്ന് റാമു പറയുന്നു. അന്ന് ഡോക്യുമെന്റേഷൻ നടന്ന ദിവസം രത്തിനത്തിന്റെ കൂടെ കുഞ്ഞു മിത്രയും ഉണ്ടായിരുന്നു. രത്തിനത്തിന്റെ ഫീസിന്റെ അഡ്വാൻസ് തുക മിത്രയുടെ കൈകളിലാണ് അന്ന് അവര് വെച്ചു കൊടുക്കുന്നത്. എന്തായാലും നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിനക്ക് വാങ്ങിത്തരാതെ ഞാൻ പോകില്ലെന്ന് മിത്ര പറയുന്നതോടെ റാം മിത്രയെ ഉപദ്രവിക്കാൻ തുടങ്ങും. നീ എന്ത് ചെയ്താലും ആ അമ്പലം അവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് റാമു പറയും. എന്നാൽ ആ അമ്പലം ഡിമോളിഷ് ചെയ്തിട്ട് കുറെ കാലമായെന്ന് മിത്ര പറയുന്നതും തൊട്ടുപുറകെ ആ സ്ത്രീ രൂപം നിൽക്കുന്നത് കണ്ട് റാം ഭയന്നു പോകുന്നു. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും റിയാസും വിശ്വവും ശാലിനിയും അവിടേക്ക് വരും. ഭയന്നു പോകുന്ന റാം കാടിനുള്ളിലൂടെ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പുറകെ റിയാസും ഓടിച്ചെല്ലുമെങ്കിലും എല്ലാവരും മരിച്ചതുപോലെ തന്നെ ശരീരം പതിയെ പതിയെ ഐസ് രൂപത്തിലായി റാമും മരിക്കുന്നു. ഇത് കാണുന്നതോടെ വിശ്വം പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്ന് റിയാസിനും ബോധ്യമാകും. ശേഷം മിത്ര സ്വപ്നത്തിൽ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന രത്തിനത്തിനെയാണ് കാണുന്നത്. കാര്യങ്ങളെല്ലാം അങ്ങനെ കലങ്ങി തെളിയുന്നതോടെ അറിയാതെ ഇതിന്റെ ഭാഗമായി പോയ മിത്ര പ്രായശ്ചിത്തം എന്ന വണ്ണം പണി പൂർത്തിയാകാതെ കിടന്ന അമ്പലത്തിന് അനുയോജ്യമായ ഒരു ഡിസൈനൊക്കെ ചെയ്ത് അമ്പലത്തിന്റെ പണി പൂർത്തീകരിച്ച് പുതിയ അമ്പലം സ്ഥാപിക്കുന്നു. അങ്ങനെ അന്നേ വരെ ദൈവവിശ്വാസിയല്ലാതിരുന്ന മിത്ര ദേവിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതായി കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.